ഒരുപാട് കയറുകൾ കൂട്ടിക്കെട്ടിയിട്ടും കൃഷ്ണന്റെ അരയിൽ കെട്ടാൻ പറ്റുന്നില്ല. ഒടുവില് കൃഷ്ണൻ തന്നെ അമ്മയ്ക്ക് സ്വയം കെട്ടാനങ്ങ് നിന്നു കൊടുത്തു. അങ്ങനെ ഉരലിൽ ബന്ധിച്ച് അമ്മ അടുക്കളയിലേക്ക് പോയി. കണ്ണനുണ്ടോ അവിടെ ഇരിക്കുന്നു. കുരുത്തം കെട്ട കണ്ണൻ ഉരലും വലിച്ചുകൊണ്ട് അങ്ങ് ഓടാൻ തുടങ്ങി. വന്ദന കഥ പറഞ്ഞു കൊടുക്കുകയാണോ? അതിലും വലിയ കഥയാ ഈ വീട്ടിൽ നടക്കുന്നത്. എന്ത് കഥ? കാണാൻ പോകുന്ന കഥ എന്തിനാ പറഞ്ഞറിയിക്കുന്നത്? നീ വാ. മോളിവിടെ ഇരിക്കെ, ഞാനിപ്പോ വരാം. ഹരിതേ, വന്ദന ഏതായാലും ബോധപൂർവം നിന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഉണ്ട്, ആ സ്ത്രീ അങ്ങനെ ചെയ്യും. ഹരിതേ, നിന്റെ ഏട്ടനാ ഞാൻ. നിന്റെ ഏട്ടനായി എനിക്കിത് വിശ്വസിക്കാൻ പറ്റില്ല. അറിയാം, ഏട്ടൻ അങ്ങനെ വിശ്വസിക്കണ്ട. ഭാര്യ സൽഗുണ സമ്പന്നയാണെന്ന് ഏട്ടൻ കരുതിക്കോ, എനിക്കതിൽ ഒരു പരാതിയുമില്ല. പക്ഷെ എന്നെ തിരുത്താൻ വരരുത്. ഹരിതേ, നിന്റെ കുഞ്ഞ് വന്ദനയുടെ കൂടപ്പുറപ്പിന്റെ കുഞ്ഞാ. നീ എന്താ അത് ആലോചിക്കാത്തത്? ഈ ചോദ്യം എന്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ നടക്കുന്ന ഏട്ടന്റെ ഭാര്യയോടാ ചോദിക്കാനുള്ളത്, എന്നോടല്ല. മോളെ, നമ്മളൊക്കെ ഒരു വീട്ടിൽ ഒരേ മനസ്സോടെ കഴിഞ്ഞവരാ. ഇനിയും അങ്ങനെ തന്നെ വേണം. ഞാനോ നീയെന്നോ ഉള്ളോ ഒരു വേർതിരിവ് നല്ലതല്ല. കണ്ടില്ലേ, വന്ദന തെറ്റിയതൊന്ന് നിന്റെ കഴുത്തിൽ താലി കെട്ടിയവൻ സമ്മതിച്ചു കൊടുത്താല് പിന്നെന്ത് തെളിവാ വേണ്ടത്? നീ കൊള്ളരുതാത്തവളാണെന്ന് എല്ലാവരും ഉറപ്പിക്കില്ലേ? എന്റെ ഭാര്യ ആവശ്യമില്ലാത്തൊന്നും ചെയ്യില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഏട്ടാ, ഞാൻ ഇതാദ്യമായിട്ടല്ല പ്രഗ്നന്റ് ആവുന്നത്, രണ്ടാമത്തെ തവണയാ. എന്റെ ആദ്യത്തെ കുഞ്ഞിന് എന്ത് പറ്റിയതാ പറയേ? അത് അബോഷനായി പോയി. എങ്ങനെ? ഏട്ടന്റെ ഭാര്യ തന്ന മരുന്ന് കഴിച്ച്. ഞാൻ പറഞ്ഞത് ശരിയാണോ പറയേ? അത് വന്ദന അറിയാതെ. അതെ, അറിയാതെ. എല്ലാം കഴിഞ്ഞിട്ട് അറിയാതെ എന്ന് പറഞ്ഞ് നിങ്ങൾക്കൊക്കെ പൊടിയും തട്ടി അങ്ങ് പോവാ. എനിക്ക് മാത്രം നഷ്ടം. അതുപോലെയാ ഇതും. ആ വന്ദന എന്റെ കുഞ്ഞിനെ കൊല്ലാനുള്ള ശ്രമമാ നടത്തുന്നത്. അവൾ എന്റെ കുഞ്ഞിനെ കൊല്ലാനുള്ള തയ്യാറെടുപ്പില്ല. ഈ സമയത്ത് നീ ഇങ്ങനെ ടെൻഷൻ ആവരുത്. പിന്നെ പിന്നെ ഞാൻ എന്റെ കുഞ്ഞിനെ കൊല്ലാൻ വരുന്ന ആ പൂതനയുടെ മുമ്പിൽ പല്ലടിച്ച് നിൽക്കണോ? ഹരിതേ, വന്ദന ചെയ്ത എല്ലാ തെറ്റിനും ഞാൻ നിന്നോട് മാപ്പി ചോദിക്കുന്നു. പോരെ? ഇനിയെങ്കിലും നീ ഒന്ന് സമാധാനപ്പെട്. മാപ്പും ചോദിച്ചു. വന്ദന തെറ്റിയതൊന്ന് അവനെ ബോധ്യമുള്ളതുകൊണ്ടാണല്ലോ അവൻ മാപ്പ് ചോദിച്ചത്. ശരി, എല്ലാം വിട്ടേക്ക്. ഇനി വന്ദന ശല്യത്തിന് വരില്ല.